ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റവയും മധുരക്കിഴങ്ങും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന, ഒരിക്കലും മടുക്കാത്ത ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 2 മധുരക്കിഴങ്ങ് എടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണിത്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എത്രയാണ് ഓരോരുത്തർക്കും പലഹാരം വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വളരെ ചെറിയ 2 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതിനു വേണ്ടിയാണ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ഏലക്ക ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 2 ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പലഹാരത്തിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പാലാണ്. തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. 1/2 കപ്പ് മെഷർമെൻറ്റ് കപ്പിന് 1.5 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ടൈറ്റ് ആവും. അങ്ങനെ അരയാതെ വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു വെള്ളത്തിന് പകരം പാല് തന്നെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അരച്ചെടുത്തത് മിക്സിൻ്റെ പരുവം ഇതാണ്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിൽ കൈയിട്ട് തുടച്ചിട്ട് ഇതിലേക്ക് ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ പരുവം തെറ്റും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരത്തിന് നെയ്യുടെ മണം മുന്തി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റവയാണ്. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിന് 1 കപ്പ് റവയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ഒരു 1/2 കപ്പ് അളവിലും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോഴേ ഇതിൻ്റെ പരുവം കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും വേണ്ടി വന്നിട്ടില്ല. നന്നായിട്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു മിക്സ്. അപ്പോൾ ഇതിൻ്റെ പരുവം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കണം. ഒരുപാട് നന്നായിട്ട് ടൈറ്റ് ആവരുത്. ഒന്ന് കുഴഞ്ഞ രൂപത്തിലുള്ള ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിൽ നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ല. ഇതുപോലെ നേരിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വീഡിയോയ്ക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ഇതുപോലെയൊക്കെ കറക്റ്റ് ലെവലാക്കി എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതേപോലെ തന്നെ അങ്ങ് വെച്ചിരുന്നാലും മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ ഇത് വെച്ചിരിക്കണം. എന്നിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു സൈഡും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതിൻ്റെ മുകളിൽ നെയ്യൊന്ന് തടവിയെടുക്കണം എന്നുള്ളവർക്ക് ഒന്നുകൂടെ തടവിയെടുക്കാവുന്നതാണ്. ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇതിന്. അതുപോലെ ഇത് കഴിക്കാനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചുട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി കിട്ടി. ഇത് ചൂടോടെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ചൂടാറി കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.